വേറൊന്നും വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? വളാഞ്ചേരി ഭാവപ്പടിയിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളിയെ നാട്ടുകാർ പിടികൂടി. മയക്കുമരുന്നായ ടോമോ വിൽപ്പന നടത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളിയെ നാട്ടുകാർ പിടികൂടി പോലീസിന് ഏൽപ്പിച്ചു. വളാഞ്ചേരി ഭാവപ്പടിയിലാണ് സംഭവം നടന്നത്. നാട്ടുകാരുടെ ജാഗ്രതയും സംയോജിതമായ ഇടപെടലുമാണ് വിൽപ്പന ശൃംഖലയിലെ ഒരു പ്രധാന കണ്ണിയെ പിടികൂടാൻ കാരണമായത്. വിവരങ്ങളനുസരിച്ച് ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് നിരവധി പേർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ വിൽപ്പനയും ഉപയോഗവും നടത്തുന്നതുമാണ്. ചില ക്വാർട്ടേഴ്സുകളിൽ അളവിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നതും സംശയാസ്പദമായ ഇടപാടുകൾ നടക്കുന്നതുമായ സാഹചര്യവും നാട്ടുകാർ നിരീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് വളാഞ്ചേരി മാർക്കറ്റ് പിന്നാമ്പുറത്തും ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലും ടോമോയുടെ വ്യാപനം ഭീഷണിയാകുന്ന തരത്തിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വിൽപ്പനാ ശൃംഖലയിൽ സ്ത്രീകളെ ഉപയോഗിക്കുന്നതായും സൂചനകളുണ്ട്. ടോമോ എന്ന മാരക ലഹരി മരുന്ന് വാങ്ങാനായി ചില മലയാളികളും ഇവരെ സമീപിക്കുന്നുവെന്നത് സ്ഥിതിഗതികൾ കൂടുതൽ ആശങ്കാജനകമാക്കുന്നു. നാട്ടുകാർ നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയവർ സംശയാസ്പദമായ വ്യക്തിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പോലീസ്, എക്സൈസ് വിഭാഗങ്ങൾ എന്നിവർ കൂടുതൽ കർശനമായ പരിശോധനകളും നിരീക്ഷണങ്ങളും നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യവും മുന്നറിയിപ്പും. എന്തെന്താന്ന് വെച്ചാൽ ഞാൻ വളാഞ്ചേരിന്ന് വരികയാണ്. വരുമ്പോ ഒരുത്ത ഇവനെ വർത്താനം പറഞ്ഞ പ്രശ്നം ഉണ്ടാവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടുകയാണ്. അപ്പൊ ചോദിച്ചപ്പോ പറയുന്നത് അവന്റെ സൈറ്റിൽ ഒരു പണിക്കാരൻ ഇന്ന് പണിക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവന് എന്താ അന്വേഷിച്ചപ്പോൾ വിളിച്ചു നോക്കിയപ്പോൾ അവൻ ഈ സാധനം കഴിച്ചിട്ട് മൂടായി കിടക്കുകയാണ്. അപ്പൊ അവനക്ക് സാധനം കൊടുത്തിരിക്കുന്നത് ഇവനാത്രേ. അങ്ങനെ ഇവനോട് കസബിസാകുമ്പോൾ ഇവൻ്റെന്ന് 2 ബോട്ടിൽ കിട്ടിയാണ്. ആ ബോട്ടിലും പിടിച്ച് നാട്ടുകാരൊക്കെ പാടെ ഇടപെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ റൂം ഇവിടെയാണ് താമസിക്കണമെന്നും പിന്നെ ഇവിടേക്ക് വന്നപ്പോൾ ഇവിടുത്തെ ഉള്ളിൽ നിന്ന് ഒരു 3 കുപ്പി വേറെ കിട്ടി, 2 കാലിക്കുപ്പി വേറെ കിട്ടി. അപ്പൊ അങ്ങനെയുള്ള ഇവര് ഇത് വിൽക്കുന്ന ആളുകളാണെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾക്കും കുട്ടികൾക്കും ഒക്കെ പ്രശ്നമല്ലേ. സ്കൂളും മദ്രസും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. ഈ കോട്ടേഴ്സിൽ സ്വതവേ ഉള്ളതാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ കോട്ടേഴ്സിന്റെ മുതലാളിമാർ ആദ്യം ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ആളുകളൊന്നും ഇതിൽ താമസിപ്പിക്കരുത്. നമ്മൾ ഇങ്ങനത്തെ ഈ കള്ളും കഞ്ചാവും അതുപോലെ MDMA അങ്ങനെയൊക്കെയുള്ള ആളുകളെ കോട്ടേഴ്സിൽ പരമാവധി ഒഴിവാക്കാൻ നോക്കുക. നമ്മളെ നാടിന് നല്ലത് അതാണ് എനിക്ക് പറയാനുള്ളത്. വളാഞ്ചേരി പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി അന്യസംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ലഹരി വിൽപ്പനയും ഉപയോഗവും വർദ്ധിച്ചു വരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സമൂഹത്തിലെ യുവതലമുറയെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇത്തരം ശൃംഖലകളെ ചെറുക്കാൻ പോലീസിന്റെയും നാട്ടുകാരുടെയും സംയുക്ത ഇടപെടൽ അനിവാര്യമാണ്. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്. ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണ്ണയിക്കുന്നത് അമ്പയർ അല്ല, എംപയർ തന്നെ. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.